ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നൂൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായിട്ടും മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊരു പൊറോട്ട കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താക്കാൻ ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു മുട്ടയുടെ ബാറ്ററാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചതാണ് കേട്ടോ. ഒരു മുട്ടയിൽ നമ്മൾ എന്താ പറയണ്ടേ, ഒരു മുട്ടയിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് മിക്സാക്കി വെച്ചതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് ഒരു മുട്ട തന്നെ മതിയാവും, അധികം മുട്ട എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്താക്കുക, നമ്മൾ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യമുള്ള എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് മൈദ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മുട്ടയുടെ അളവ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എത്ര ആയാലും ഒരു മുട്ട തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്താക്കുക, എത്രയാണ് നിങ്ങൾക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടത് അതിനനുസരിച്ചുള്ള മൈദ എടുക്കാൻ വേണ്ടി നോക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 കപ്പ് മൈദ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ നല്ല അടിപൊളിയായിട്ട് തന്നെ നൂല് പോലെ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഒരു കടയിലൊക്കെ പോയിട്ട്, അതായത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഇരുന്നിട്ട് നൂൽ പൊറോട്ട കഴിക്കുന്ന അതേപോലത്തെ സെയിം നൂൽ പൊറോട്ട നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ടും നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്തൊക്കെ, ഞാനിതാ മൈദ റെഡി 5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ നല്ല മിക്സാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര മസ്റ്റായും ചേർക്കട്ടോ. നമ്മൾ പൊറോട്ടയ്ക്ക് നല്ലൊരു ഗോൾഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എന്തായാലും ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല പച്ചവെള്ളത്തിൽ, ചൂടുവെള്ളം ഒന്നും എടുക്കേണ്ട, സാധാ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് മൈദയും മുട്ടയും ഉപ്പും പഞ്ചസാര എല്ലാം ഒത്തുചേരുന്ന രീതിക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ കുഴച്ചെടുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചപ്പാത്തിനെക്കാട്ടിയും കുറച്ചും കൂടി ലൂസായിട്ട് വേണം നമുക്കത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിനെ പോലെ കറക്റ്റ് വെള്ളത്തിൽ കുഴച്ചെടുത്ത് നമുക്കത് റെഡിയായിട്ട് കിട്ടില്ല. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടാണ് നമുക്ക് പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും ശ്രദ്ധിക്കട്ടോ. കാരണം നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചാൽ നമുക്ക് ഒരിക്കലും പൊറോട്ട പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതിലേക്കാട്ടും കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ല അടിച്ചുപൊളി പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. സാധാരണ നമ്മൾ പൊറോട്ടയ്ക്ക് വെള്ളം കുഴക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ നൂൽ പൊറോട്ടയ്ക്ക് വെള്ളം കുഴക്കുന്നത്. ഒന്ന് ജസ്റ്റ് വരയിടുന്നതിൽ കൂടിയാണ് അത് നൂൽ പൊറോട്ടയായിട്ട് മാറുന്നത് കേട്ടോ. സാധാ പൊറോട്ട നമ്മൾ വീശി അടിച്ചതിന് ശേഷം നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ചൂടുന്ന പോലെ, അപ്പോൾ നമ്മൾ വീശി വെച്ചതിന് ശേഷം നമ്മൾ നൂല് പോലെ വര ചെയ്ത് കൊടുക്കുന്നതിനാണ് നൂൽ പൊറോട്ട എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊന്നുമല്ല കേട്ടോ നൂൽ പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവർക്കും ഉണ്ടാക്കുക. കുറച്ചൊരു പണി ഉണ്ടെന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബൗളിൽ നിന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് വലിച്ച് കുഴക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് നന്നായിട്ട് വലിച്ചിട്ട് കുഴക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ലോണം കമീറാന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ നന്നായിട്ട് ആദ്യം കൈവച്ച് തന്നെ പ്രസ്സാക്കി കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും കേട്ടോ. എന്നാൽ നല്ല അടിപൊളി പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതൊരു കൗണ്ടർ ടോപ്പിലിട്ട് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുകയാണ്. കുറേ നേരം നമ്മളിത് ഒരു 5 മിനിറ്റോളം നമ്മളിത് നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കണേ. എന്നാലേ നമുക്ക് കറക്റ്റ് നമ്മൾ വിചാരിച്ച അതേ രീതിക്ക് കിട്ടുള്ളൂ.
അപ്പോൾ അതാ ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഒരു രൂപത്തിലാണ് ബൗളാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചെറിയ ബൗളാക്കി എടുക്കാൻ നോക്കുക. ഓവർ വലുപ്പമാക്കിയിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് അധികം കട്ടി വേണ്ടല്ലോ. ബൺ പൊറോട്ട അല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, സാധാ പൊറോട്ട തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെന്താക്കുക, അതിന് നമുക്ക് ആവശ്യത്തിനുള്ള സൈസിൽ നമുക്ക് ബോളുകൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനത് ഈ ഒരു സൈസിലാണ്, ഇത് അധികം വലുപ്പമൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയ വലുപ്പമുള്ളൂ. ഈ ഒരു കണക്കിൽ നമ്മളെന്താക്കുക, ബോളുകൾ ഇതുമാതിരി മുഴുവനും നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മളെന്താക്കുക, നല്ലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട്, ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്താക്കണം, ഇത് നന്നായിട്ട് അടച്ച് വെക്കണം. എന്നതിന് ശേഷം മാത്രമേ കേട്ടോ നമ്മളത് ചൂടാൻ വേണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളത് ഈ റൗണ്ട് ബൗളാക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ മൈദ ഒട്ടിപ്പിടിക്കുന്ന സംഭവമല്ലേ. അപ്പോൾ നമുക്കത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മൈദ ബോളാക്കിയതിന് ശേഷം എല്ലാ സ്ഥലത്തും നമ്മളെന്താക്കുക, വെളിച്ചെണ്ണ ഓയിൽ നമുക്ക് എല്ലാ സ്ഥലത്തും ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ ബോൾ മുഴുവനും നമുക്ക് എന്താക്കിയെടുക്കുക, ഓയിൽ തേച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് അരമണിക്കൂർ നമ്മൾ ഈ ബോളിനെയും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. നമ്മൾ പൊടി കുഴച്ച പാട് നമ്മളൊരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളിത് ബോളാക്കിയതിന് ശേഷം ബോളിൽ നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. എന്നാലും നമുക്ക് കറക്റ്റ് പരുവത്തിൽ ഇത് കിട്ടുള്ളൂ കേട്ടോ, പരുവത്തിൽ. അപ്പോൾ അതൊക്കെ ഞാനിത് നല്ലോണം ക്ലീൻ റാപ്പ് വെച്ചിട്ട് നല്ലതായിട്ട് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം നമ്മളെ പൊടി ഹാർഡാവാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഞാനത് കവർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടി നോക്കട്ടെ. ചുട്ടെടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താക്കണം, ഇതിനെ വരയിടണം. നൂൽപ്പൊറാട്ടല്ല, അപ്പോൾ നമുക്ക് വരയിട്ട് വെക്കേണ്ടതുണ്ട്. അതും കുറച്ച് നേരം നമ്മൾ വരട്ടിൽ വെക്കണം കേട്ടോ. എല്ലാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കുക, ബാക്കി അതുപോലെ തന്നെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ പൊടി ഹാർഡായി ഉണങ്ങിപ്പോവുമല്ലോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബോൾ എടുത്തിട്ടുണ്ട്, അതിന് നന്നായിട്ട് കൈവച്ച് പ്രസ്സായിട്ട് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. അത്യാവശ്യം നല്ലോണം നമ്മൾ വീശുന്ന പോലെ തന്നെ നമുക്കത് നന്നായിട്ട് കനം കുറഞ്ഞ തിന്നായിട്ട് കിട്ടും നമുക്കത്. അപ്പോൾ അതുവരെ നമ്മൾ എന്താക്കുക, കൈകൊണ്ട് നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മളൊരു കത്തി വെച്ചിട്ട് അതിനെ ഓരോരോ കഷ്ണങ്ങളാക്കി, അതായത് നൂല് പോലെ എത്ര മാക്സിമം ചെറുതാക്കാൻ കഴിയും അത്രയായിട്ട് നല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കനം കുറച്ചിട്ടും എന്താ പറയുക, നമ്മളെ നൂല് പോലെ തന്നെ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാൻ അവിടെ കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വരേണ്ടിയിട്ടുള്ള കട്ടിങ് ബ്ലേഡൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് വരട്ടതിന് ശേഷം ഇങ്ങോട്ട് മറന്നു പോയതാണ്. ഇതിന് മുകളിൽ നമ്മൾ എന്താക്കണം, കുറച്ച് മൈദപ്പൊടി കുറച്ചൊന്ന് പാറ്റി കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് റൗണ്ട് ചെയ്ത് വെച്ച സമയത്ത് ഒന്നായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എന്താക്കുക, നമ്മൾ നന്നായിട്ട് സാധാരണ പൊടിയാക്കുന്ന പോലെ തന്നെ 2 സൈഡിലും ഇങ്ങനെ അടുപ്പിച്ചിട്ട് എന്താക്കുക, അത് നമ്മൾ റൗണ്ടാക്കിയിട്ട് ചുറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് റൗണ്ടാക്കി വെക്കുകയാണത്. റൗണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്താക്കണം, ഒരു അരമണിക്കൂർ ഇതും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും നല്ലോണം അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി വെക്കുന്നത്. അപ്പോൾ അതെല്ലാവരും എന്തായാലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്നുകൂടി കാണിച്ചു തരാണ്. നിങ്ങൾക്ക് കനം കുറച്ചിട്ടാണ് ഇത് മുറിച്ചിട്ടുണ്ടെങ്കിൽ കനം കുറച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വരട്ടെ കേട്ടോ. ഞാനിപ്പോൾ കത്തി എല്ലാവരും വീട്ടിലും ഉള്ള കട്ടിങ് മെഷീൻ ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് കത്തി വെച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അതില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യാണ്ടിരിക്കണ്ട. ഒരു കത്തി ഇല്ലാത്ത വീട് എന്തായാലും ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മളെന്താക്കുക, ഒരു കത്തി വെച്ചിട്ട് തന്നെ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ വരട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താക്കുക, ഇതിനെ മുകളിൽ മൈദ കുടയുക. എന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് നന്നായിട്ട് റൗണ്ടാക്കിയിട്ട് ഇതും നമ്മൾ മുഴുവനായിട്ടും ചെയ്ത് വെച്ചതിന് ശേഷം അതും ക്ലീൻ റാപ്പിട്ട് തന്നെ കവർ ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കാരണം എന്താ പറയുക, ഒരു ക്ലീൻ റാപ്പ് ചെയ്യാനും മറക്കരുത്. കാരണം നമ്മളെ പൊടി വീണ്ടും ഹാർഡായിപ്പോവും. അത് ഇല്ലാണ്ട് കണ്ടിട്ടാണ് നമ്മൾ എന്തായാലും കവർ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതവിടെ മുഴുവനായിട്ട് ചെയ്യട്ടെ, ഇതിൻ്റെ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമ്മളതെല്ലാം ചെയ്തിട്ടുണ്ട്.
നമ്മളിത് നന്നായിട്ട് ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ എന്താക്കുക, ഓയിൽ നല്ലോണം പാർന്ന് കൊടുത്തിട്ട് എല്ലാം നമ്മൾ ആദ്യം ബൗളിൽ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ബ്രഷ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കവറ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ കവർ തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പരത്തിയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അതേപോലത്തെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അവിടെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ പാർന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു കോയിലോ അല്ലെങ്കിൽ കയ്യോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് ഒരു ചെറിയ അധികം വലുപ്പത്തിൽ പരത്തണ്ട, ഒരു ചെറിയൊരു റൗണ്ടിൽ നമുക്കത് പരത്തിയെടുക്കുക. ഇതിന് നല്ലോണം ചൂടായ പാനിലേക്ക് വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മളെ പൊറോട്ട നന്നാവൂല, ഉറപ്പായി പോകും, ഭയങ്കര ഉറപ്പായിപ്പോൾ. അപ്പോൾ നമ്മളതൊക്കെ നല്ല ചൂടുള്ള പാനിലേക്ക് ഇട്ടെടുത്ത് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കനത്തിൽ നമുക്ക് പരത്തിയെടുക്കുക. അധികം വലുതാക്കണ്ട, അധികം കുഞ്ഞാക്കണ്ട കേട്ടോ. അപ്പോൾ അത് കുറച്ച് വലുതാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത് എടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായി കിട്ടും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് പരത്തിയിട്ട് നമ്മളെന്താക്കുക എടുക്കുക. ഇപ്പം തന്നെ നമുക്ക് കറക്റ്റ് വര ഇങ്ങനെ കാണാം, അപ്പോൾ അത് നൂല് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് അപ്പുറം രണ്ട് സൈഡിലും ഓയിൽ മിക്സ് ചെയ്തിട്ട് നല്ലോണം സാധാരണ നമ്മൾ പൊറോട്ട ചുട്ടെടുക്കുന്ന മാതിരി ചുട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതാ രണ്ട് ഭാഗം നന്നായിട്ട് വേകുന്ന രീതിക്ക് നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതായി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടിച്ചെടുക്കണം. നമ്മൾ പൊറോട്ടനെ എപ്പോഴും അടിച്ചെടുക്കുക, എല്ലാ പൊറോട്ട നമ്മൾ അടിച്ചിട്ടാണല്ലോ സാധാരണ എടുക്കൽ. അതുപോലെ തന്നെ നമ്മൾ ഈ പൊറോട്ടനെ നമുക്ക് എന്താക്കുക, അടിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ആ പൊറോട്ട നല്ല നൂല് പോലെ തന്നെ നമ്മൾ കറക്റ്റ് വര ഇട്ടതിനനുസരിച്ച് നമുക്കത് പൊറോട്ട നൂല് പോലെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്താക്കുക, നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് എല്ലാ പൊറോട്ടയും നമ്മൾ ഇങ്ങനെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ കുറേ നേരിട്ട് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2-3 അടി അടിച്ചിട്ട് നമുക്കിതാ അപ്പോൾ നമ്മളെ പൊറോട്ടകളൊക്കെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ പൊറോട്ട, നൂൽ പൊറോട്ട. അപ്പോൾ ഇതുപോലെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, മസ്റ്റ് ട്രൈ ആണ്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതിനായിട്ട് നമ്മൾ ഒരു നൂൽ പൊറോട്ട കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ നൂൽ പൊറോട്ട. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള എത്താത്ത ചിക്കൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും കണ്ടു വെക്കുക, രണ്ടും കണ്ടു വെക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി കോമ്പിനേഷനാണ് പൊറോട്ടയും നൂൽ പൊറോട്ടയും ഇത്താത്ത ചിക്കനും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. Bye bye.